ഒരു കാട് മനുഷ്യനെ വിഭജിച്ചിരിക്കുന്നു. ഭാഷയും വേഷവും ഭക്ഷണവും ജീവരീതിയും കാടിനപ്പുറവും ഇപ്പുറവും രണ്ടാണ്. അപ്പുറവും ഇപ്പുറമുള്ള ആളുകൾ സംസാരിക്കുന്ന ഭാഷയിലും വാക്കിലും പരസ്പരം മനസ്സിലാക്കാൻ സാധിക്കാത്തതിനപ്പുറമുള്ള നിഗൂഢമായ രഹസ്യങ്ങൾ. അങ്ങനെയുള്ള ഒരു സ്ഥലം. കാടിന് അപ്പുറവും ഇപ്പുറവും വിശാലമായി നീണ്ടു നിവർന്ന് കിടക്കുന്ന കൃഷിഭൂമി. അപ്പുറം തണുപ്പാണെങ്കിൽ ഇപ്പുറത്ത് ചൂട്. വെൽക്കം ബാക്ക് ടു ആൻമിയ ട്രാവൽ ടെക്കിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ എൻ്റെ യാത്ര കർണാടകയിലെ ഗുണ്ടിൽപേട്ടയ്ക്കടുത്തുള്ള ബന്ദിപ്പൂർ കടുവാ സങ്കേതത്തിനകത്തുള്ള 1500 മീറ്റർ ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന ഒരു മലയിലേക്കാണ്. ഹിമവത് ഗോപാലസ്വാമി പെട്ട അഥവാ ഗോപാലസ്വാമി കുന്നുകളിലേക്കാണ് ഇന്നത്തെ എൻ്റെ യാത്ര. ഒരു സുന്ദരമായ ഒരു ഗ്രാമം തന്നെയാണിത്. നിലം കൃഷിക്കായി ഉഴുതുമറിച്ചിട്ടിരിക്കുന്നു. ഇവിടെയെല്ലാം തികച്ചും സുന്ദരമായ കാഴ്ചകൾ തന്നെയാണ്. നൂറുകണക്കിന് വർഷം പഴക്കമുള്ള ഒരു വലിയ ആൽമരം, അതിനു ചുറ്റും നിറയെ വേരുകൾ. കാർഷിക ആവശ്യത്തിനായി ഉപയോഗിച്ചിരിക്കുന്ന ഒരു കുളം ഇവിടെയുണ്ട്. ഇവിടെ ഒരു അമ്പലവും ഒരു സ്മാരകശിലയും ഇവിടെയുണ്ട്. ഇന്നത്തെ എൻ്റെ സഹയാത്രികൻ ഷനീഷ് എന്ന് പറയുന്ന സുഹൃത്താണ്. അദ്ദേഹം ഒരു പുതിയ ബൈക്ക് വാങ്ങി. ഒരു ദീർഘദൂരം യാത്ര പോകണം എന്ന് അദ്ദേഹം കുറച്ച് ദിവസങ്ങളായിട്ട് എന്നോട് പറയുന്നു. അങ്ങനെയാണ് ഞങ്ങൾ ഈ യാത്ര സെറ്റാക്കിയത്. അങ്ങനെ 8 മണിക്കൂർ യാത്ര ചെയ്യേണ്ടി വന്നു ഇവിടേക്ക്. യാത്രയ്ക്കൊടുവിൽ ഗോപാലസ്വാമി കുന്നുകൾ താഴ്വരയിൽ ഒരു ചെറിയ കടയിൽ കയറി ഓരോ ചെറിയ ദോശ വാങ്ങി. രാവിലത്തെ ഞങ്ങളുടെ ബ്രേക്ക്ഫാസ്റ്റ് അതായിരുന്നു. ഈ താഴ്വരയിൽ നിരവധി ഇങ്ങനെയുള്ള കടകൾ ഉണ്ട് സന്ദർശകരെ കാത്തുകൊണ്ട്. ഗോപാലസ്വാമി പെട്ട അഥവാ ഗോപാലസ്വാമി കുന്നുകൾ കയറണമെന്നുണ്ടെങ്കിൽ ഇവിടെ പ്രവേശന ഫീസ് കൊടുക്കണം. ഒരു നീണ്ട നിര തന്നെ ഇവിടെയുണ്ട്. ഹിമവത് ഗോപാലസ്വാമി പെട്ട കുന്നുകളിലേക്ക് കയറണമെന്നുണ്ടെങ്കിൽ കർണാടകയുടെ KSRTC ബസ്സിൽ വേണം ഇനി അങ്ങോട്ടേക്കുള്ള നമ്മുടെ യാത്ര. പ്രൈവറ്റ് ബസ്സുകൾക്ക് അല്ലെങ്കിൽ പ്രൈവറ്റ് വാഹനങ്ങൾക്ക് ഇവിടെ അനുമതിയില്ല. 4 വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ ഇവിടെ വന്നിട്ടുണ്ട്. സ്വന്തം വാഹനത്തിൽ തന്നെയാണെന്ന്. അന്ന് ഗോപാലസ്വാമി കുന്നുകൾ കയറിയത് സ്വന്തം വാഹനത്തിൽ തന്നെ ആയിരുന്നു. എന്നാൽ അത് ഇന്ന് നടക്കത്തില്ല. KSRTCയുടെ ബസ്സിന് മാത്രമേ ഇന്ന് അവിടെ മുകളിലേക്ക് കയറുവാൻ ഫോറസ്റ്റിന് അനുമതി കൊടുത്തിട്ടുള്ളൂ. അത് അവരുടെ ടൂറിസം മേഖലയുടെ ഒരു ഉയർച്ചയുടെ ഒരു ഭാഗമാക്കി മാറ്റിയിട്ടുണ്ട് ഇന്ന്. ഓരോ 10 മിനിറ്റും ഇടവേളകളിൽ ബസ് ഇവിടെ സർവീസ് നടത്തുന്നുണ്ട്. അതുപോലെ തന്നെ മുകളിൽ നിന്നും താഴോട്ടേക്കും ഇതുപോലെ 10 മിനിറ്റ് ഇടവേള സർവീസിൽ താഴോട്ടും ഇവർ സർവീസ് നടത്തുന്നുണ്ട്. നമുക്കുള്ള ബസ്സാണ് ഈ കടന്നു വരുന്നത്. അങ്ങനെ ഒരു നീണ്ട ക്യൂവിനൊടുവിൽ എൻ്റെ സുഹൃത്ത് ഷനീഷ് അവിടെ കൗണ്ടറിൽ കയറി ടിക്കറ്റ് എടുത്തു. ടിക്കറ്റ് എടുക്കുമ്പോൾ തന്നെ ബാലൻസ് തിരികെ വരുമ്പോൾ വാങ്ങണമെന്ന് അവിടെ നിന്നയാൾ കന്നഡ ഭാഷയിൽ ഞങ്ങളോട് പറഞ്ഞു. ടിക്കറ്റിൻ്റെ വിലയോ 140 രൂപ 2 പേർക്ക്. അങ്ങനെ ടിക്കറ്റും വാങ്ങി ഞങ്ങൾ മുന്നോട്ടേക്ക് കടന്നുപോയി. തൊട്ടുപുറകിൽ കണ്ട ആ ബസ് മുന്നോട്ട് നീക്കി വച്ചിരിക്കുന്നു. ആ ബസ്സിലാണ് ഇനി അങ്ങോട്ടേക്കുള്ള നമ്മുടെ യാത്ര. കർണാടകയുടെ KSRTC ബസ്സുകൾ ഒട്ടുമിക്ക ബസ്സുകളും നമ്മൾ കണ്ടു കഴിഞ്ഞാൽ ഒരു ടൂറിസ്റ്റ് ബസ്സിന് ഒത്ത ഷേപ്പ് തന്നെയാണ്. സിംഗിൾ ഡോർ ബസ്സാണിത്. ഈ ബസ്സിൽ നല്ല തിരക്കുണ്ട്. നേരത്തെ ആളുകൾ കയറി ഇടം പിടിച്ചതുകൊണ്ട് ആയതുകൊണ്ട് എനിക്ക് സീറ്റ് ലഭിച്ചിട്ടില്ല. ഫ്രണ്ടിൽ തന്നെ നിൽക്കുവാൻ ഞാൻ തീരുമാനിച്ചു. അങ്ങനെ ഒരു 2 മിനിറ്റ് ശേഷം നമ്മുടെ ബസ്സിൻ്റെ ഡ്രൈവർ ചേട്ടൻ കയറി വന്നു. അദ്ദേഹത്തിൻ്റെ പേർ ലക്ഷ്മണൻ എന്നാണ്. സംഭവം ആളൊരു അടിപൊളി മനുഷ്യൻ തന്നെയാണ്. ഇനിയുള്ള നമ്മുടെ മുകളിലേക്കുള്ള യാത്ര 2nd, 3rd എന്നീ ഗിയറിലായിരിക്കും എന്ന് എന്നോട് അദ്ദേഹം ചിരിച്ചുകൊണ്ട് പറഞ്ഞു. യാത്ര തുടർന്നു. നീണ്ടു നിറഞ്ഞു കിടക്കുന്ന ഒരു ചെറിയ റോഡ്. ഇരുവശവും വലിയ താഴ്ച നിറഞ്ഞ ഭാഗങ്ങൾ തന്നെയാണ്. ബസ് മുന്നോട്ട് പോകും തോറും നാം താഴെ നിന്ന ഭാഗങ്ങൾ എല്ലാം സുന്ദരമായി കാണാൻ തുടങ്ങി. ഒരുപക്ഷെ ബസ്സിൻ്റെ സീറ്റിൽ ഇരുന്നാൽ ഇങ്ങനെയുള്ള മനോഹര കാഴ്ചകൾ കിട്ടുമോ എന്ന് തന്നെ സംശയം തന്നെയാണ്. അതുകൊണ്ട് തന്നെ ആയിരിക്കാം നമുക്കും സീറ്റും കിട്ടാതെ പോയത്. ചെറിയ റോഡ് ആയതുകൊണ്ട് മുകളിൽ നിന്ന് വരുന്ന വാഹനങ്ങൾക്ക് ബസ്സിന് സൈഡ് നൽകുവാൻ അത്യാവശ്യം പ്രയാസം തന്നെയാണ്. 8 വർഷമായി ഈ ബസ്സിൽ താൻ ജോലി ചെയ്യുന്നുണ്ട് എന്ന് അദ്ദേഹം എന്നോട് ചിരിച്ചുകൊണ്ട് പറഞ്ഞു.
വളരെ പരിചയസമ്പന്നതയും ക്ഷമയും ഉണ്ടെങ്കിൽ മാത്രമേ ഇവിടെ വാഹനങ്ങൾ ഓടിക്കാൻ പറ്റുകയുള്ളൂ. ഇനി വിഷയത്തിലേക്ക് കടക്കാമല്ലോ. ബന്ദിപ്പൂർ ദേശീയ ഉദ്യാനത്തിലെ ഏറ്റവും ഉയരമുള്ള കൊടുമുടിയാണിത്. ബന്ദിപ്പൂർ ദേശീയ ഉദ്യാനത്തിൻ്റെ പ്രധാന പ്രദേശങ്ങളിൽ ഒന്നാണ് ഗോപാലസ്വാമി കുന്നുകൾ. വർഷം മുഴുവനും കോടമഞ്ഞിൽ നിറഞ്ഞിരിക്കുന്ന ഒരു ഇടം. കൂടാതെ വന്യജീവികൾ സ്വൈരവികാസം നടത്തുന്ന ഒരു ഭയങ്കര പ്രദേശം കൂടിയാണിത്. ഇടതൂർന്ന മൂടൽമഞ്ഞും വർഷം മുഴുവനും ഈ കുന്നുകളെ മൂടി നിൽക്കുന്നത് കൊണ്ടാണ് ഹിമവാദ് എന്ന കന്നഡ വാക്കിൽ നിന്നും ഈ പേര് രൂപപ്പെട്ടിരിക്കുന്നത്. AD 1315 ചോള രാജാക്കന്മാർ നിർമ്മിച്ചിട്ടുള്ള ഒരു ക്ഷേത്രം ഇവിടെയുണ്ട്. നിരവധി തീർത്ഥാടകരും സന്ദർശകരും ദിവസേന ഇവിടെ എത്താറുണ്ട്. ബന്ദിപ്പൂർ വനത്താൽ ചുറ്റപ്പെട്ട ഈ പർവ്വതം വന്യമൃഗങ്ങളാൽ സമ്പന്നമാണ്. വാസ്തവത്തിൽ മൈസൂർ രാജാക്കന്മാരുടെയും ബ്രിട്ടീഷുകാരുടെയും വേട്ടയാടൽ കേന്ദ്രമായിരുന്നു ഇത്. ഈ കുന്നിൻ മുകളിൽ നിർമ്മിച്ചിരിക്കുന്ന ഒരു ചെറിയ ക്ഷേത്രമുണ്ട്, ഹിമവാദ് ഗോപാലസ്വാമി ക്ഷേത്രം. ക്ഷേത്രം ചെറുതാണെങ്കിലും രസകരമായ ആഴമായ ഒരു ചരിത്രം ഇതിനുണ്ട് എന്നാണ് ഇവിടെയുള്ളവർ പറയപ്പെടുന്നത്. കർണാടകയിലെ വളരെ നിഗൂഢമായ ഒരു ക്ഷേത്രമാണ് ഹിമവാദ് ഗോപാലസ്വാമി ക്ഷേത്രം. ദക്ഷിണേന്ത്യയിലെ ഗോവർദ്ധനഗിരിയിൽ എന്നറിയപ്പെടുന്ന ഈ മനോഹരമായ കുന്നിലെ ശ്രീകൃഷ്ണൻ ഗോപാലസ്വാമിയായി വസിക്കുന്നത്. ഇവിടെ ഗോപാലദേവൻ്റെ നെറ്റിൽ എപ്പോഴും ഒരു മൂടൽമഞ്ഞുണ്ടാകും. കർണാടക സംസ്ഥാനത്തെ ചാമരാജനഗർ ജില്ലയിലെ ഒരു കുന്നിൻ മുകളിലാണ് ഹിമവാദ് ഗോപാലസ്വാമി ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. ഏകദേശം 220 കിലോമീറ്റർ മൈസൂരിൽ നിന്നും 80 കിലോമീറ്റർ അകലെയും ബന്ദിപ്പൂർ ദേശീയ ഉദ്യാനത്തിൻ്റെ അടുത്തായിട്ട് ഹിമവാദ് ഗോപാലസ്വാമി ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. അങ്ങനെ 45 മിനിറ്റിൻ്റെ നീണ്ട യാത്രയ്ക്കൊടുവിൽ കുന്നിൻ്റെ മുകളിൽ കയറി ഈ സ്ഥലത്തെത്തിയിരിക്കുന്നു. നമ്മൾ കയറിയിരുന്ന ഈ ബസ്സിൻ്റെ സർവീസ് ഇവിടെ വെച്ച് അവസാനിച്ചിരിക്കുന്നു. ഇവിടെ വെച്ച് ബസ് യൂട്ടേൺ തിരിച്ച് തിരികെ താഴേട്ട് പോകും. ഈ ബസ്സിൽ തിരികെ കയറുവാൻ വേണ്ടി നിരവധി പേർ ഇവിടെ ക്യൂ നിൽക്കുന്നതായിട്ട് നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. അങ്ങനെ ഞാൻ ആദ്യം ഇറങ്ങി. കൂടാതെ തന്നെ എൻ്റെ സുഹൃത്തും എൻ്റെ പുറകിൽ തന്നെ ഇറങ്ങി നേരെ അമ്പലത്തിൻ്റെ മുകളിലേക്ക്. ഇവിടെ ക്ഷേത്രത്തിൽ കയറുമ്പോൾ തന്നെ നമ്മുടെ ചെരുപ്പ് താഴെ അഴിച്ചു വയ്ക്കണം. എന്നാൽ വളരെ രസകരമായ ചില കാര്യങ്ങൾ പറയട്ടെ. ഇവിടെ അമ്പലത്തിൽ കയറുന്നതിനെക്കാട്ടും നിരവധി പേർ ഇവിടെ താഴെ നിന്ന് നിരവധി ഫോട്ടോഷൂട്ടുകളും അതുപോലെ തന്നെ റീൽസുകളും ചിത്രീകരിക്കുന്നതായി എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു. വളരെ ശാന്തമായ ഒരു അന്തരീക്ഷം തന്നെ. നല്ല തണുത്ത കാറ്റുണ്ട്. ഏകദേശം രാവിലെ 11 മണിയായിരിക്കുന്നു ഇവിടെ. എന്നാൽ ഈ വെയിലിൻ്റെ ചൂട് ഒന്നും നമ്മൾ ശ്രദ്ധയിൽപ്പെടുന്നില്ല. അത്രത്തോളം ഒരു തണുത്ത കാറ്റാണ് നമ്മുടെ ദേഹത്തേക്ക് അടിച്ചു കയറുന്നത്. ഈ ക്ഷേത്രത്തിന് ചുറ്റും ഒരു അടർന്ന കാട് തന്നെയാണ്. ഇവിടെയെല്ലാം നിരവധി മൃഗങ്ങൾ രാത്രി സഞ്ചരിക്കാറുണ്ട്. അങ്ങനെ ആകെ ക്ഷേത്രത്തിന് പുറത്തുകൂടി ഒന്ന് സഞ്ചരിച്ചു. ചുറ്റും തണുത്ത കാറ്റായതുകൊണ്ട് തന്നെ വെയിൽ തീരെ ചൂട് അറിയുന്നില്ല. ക്ഷേത്രത്തിൻ്റെ പുറത്ത് തന്നെ നിരവധി മലയാളികൾ സംഘമായിട്ട് ഇവിടെ നിൽക്കുന്നുണ്ട്. നിരവധി പേർ സ്വറ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. ഞങ്ങളുടെ സുഹൃത്താകട്ടെ ഷനീഷ് താൻ പല ഷോട്ടിലുള്ള ഫോട്ടോസ് എടുക്കണമെന്ന് എന്നോട് നേരത്തെ പറഞ്ഞിരുന്നു. അങ്ങനെ നേരെ ക്ഷേത്രത്തിൻ്റെ മുകളിലേക്ക്. അങ്ങും ഇങ്ങുമായി നിരവധി പേർ ഇരിക്കുന്നു. ചിലവർ നമ്മുടെ ജാതകം പറയുവാനും ചിലർ നമുക്ക് അരുളപ്പാട് നൽകുവാനും വേണ്ടി അങ്ങിങ്ങുമായി ഇവിടെ ഇരിക്കുന്നതായിട്ട് കാണാൻ കഴിയുന്നുണ്ട്. അങ്ങനെ ചെരുപ്പ് ഊരി ഞാൻ നേരെ അമ്പലത്തിൻ്റെ മുന്നിലേക്ക് നടന്നു. ഒട്ടുമിക്ക ആളുകളും കന്നഡക്കാരായതുകൊണ്ട് തന്നെ ഇവർ പറയുന്നത് എനിക്ക് മനസ്സിലാകുന്നില്ല. അങ്ങനെ ക്ഷേത്രത്തിൻ്റെ മുകളിലെത്തി. ഇതിനും ഉള്ളിലേക്കും പിന്നെയും കയറാൻ കഴിയും. അവിടെ നീണ്ട ക്യൂ തന്നെയാണ്. ഇവിടെ വലിയൊരു തേരുണ്ട്. ഇവിടെ തന്നെ വെള്ളത്തിൻ്റെ സൗകര്യം അതുപോലെ തന്നെ സോളാർ ലൈറ്റുകളുമാണ് ഇവിടെ സ്ഥാപിച്ചിരിക്കുന്നത്. രാത്രികാലങ്ങളിൽ ഇവിടെ സഞ്ചാരികൾക്ക് അനുമതിയില്ല. വൈകുന്നേരം 5 മണിയോടെ ഇവിടുത്തെ പ്രവേശന അനുമതി കഴിഞ്ഞിരിക്കും. അപ്പോൾ തന്നെ നാം ഇവിടെ നിന്ന് സ്ഥലം കാലിയാക്കണം. 6 മണി ശേഷം ഇവിടെ മൃഗങ്ങളുടെ വലിയ നീണ്ട നിര തന്നെ എന്ന് വേണമെങ്കിൽ പറയാം. അതിരാവിലെ വരികയാണെങ്കിൽ തന്നെ ഇവിടെ ആനയുടെയും മറ്റു വന്യമൃഗങ്ങളുടെയും വന്നു പോയതിൻ്റെ ലക്ഷണങ്ങൾ ഇവിടെ കാണുവാൻ കഴിയും. നേരെ താഴോട്ട് നോക്കിക്കഴിഞ്ഞാൽ വളരെ താഴ്ചയിലുള്ള താഴ്വരകൾ ആണ്. ഈ ക്ഷേത്രത്തിലേക്ക് വരേണ്ട വഴികൾ കേരളത്തിൽ നിന്നാണെങ്കിൽ ഗൂഡല്ലൂർ വഴി നിങ്ങൾക്ക് വരുവാൻ കഴിയും. ഗൂഡല്ലൂർ വഴിയാണ് നിങ്ങൾ വരുന്നതെങ്കിൽ മൈസൂർ റൂട്ടിലൂടെ മുന്നോട്ട് വന്ന് മുതുമല ബന്ദിപ്പൂർ വനമേഖലയിലൂടെ കടന്ന് സുമാർ 10 കിലോമീറ്റർ യാത്ര ചെയ്താൽ ഹങ്ങള എന്ന് പറയുന്ന സ്ഥലത്ത് എത്തും. അവിടെ നിന്ന് ഇടത്തോട്ടേക്ക് തിരിഞ്ഞു കഴിഞ്ഞാൽ ഒരു ചെറിയ പാതയിലൂടെ 4 കിലോമീറ്റർ സഞ്ചരിച്ചാൽ ഗോപാലസ്വാമി കുന്നുകളിൽ അടിവാരത്തേക്ക് എത്താം. വയനാട് ഭാഗത്തു നിന്നാണ് നിങ്ങൾ വരുന്നതെങ്കിൽ സുൽത്താൻ ബത്തേരി മുത്തങ്ങ വഴി
ഗുണ്ടിൽപേട്ട റോഡിലൂടെ കടന്നു വന്നാൽ ഈ പാതയിലൂടെ നിങ്ങൾക്കും ഇവിടെ എത്തുവാൻ കഴിയും. ഞാൻ ക്ഷേത്രം ഒന്നാകെ ഒന്ന് ചുറ്റി നടന്നു. തികച്ചും ഇന്നത്തെ രീതിയിലുള്ള നിർമ്മിതികൾ അല്ല, നൂറ്റാണ്ടുകളോളം പഴക്കമുള്ള ഒരു ക്ഷേത്രം തന്നെയാണ്. ഇവിടെ നിൽക്കുന്ന ഓരോ വിഗ്രഹങ്ങളും അത് നമുക്ക് സാക്ഷ്യപ്പെടുത്തുന്നു. ഇത്രയും വലിയ പാറക്കല്ലുകൾ ചതുരാകൃതിയിൽ എങ്ങനെയാണ് വെട്ടിത്തീർത്ത് ഇവിടെ സ്ഥാപിച്ചിരിക്കുന്നത് എന്ന് എനിക്ക് അത് കണ്ട് വളരെ അത്ഭുതം തോന്നി. ഇത് ഇവിടുത്തെ ഫോറസ്റ്റുകാരുടെ വാഹനമാണ്. എന്തെങ്കിലും എമർജൻസി കേസ് വന്നു കഴിഞ്ഞാൽ ഉടനെ അവരെ താഴെ എത്തിക്കുവാൻ വേണ്ടി വച്ചിരിക്കുന്ന ഒരു വാഹനം തന്നെയാണ്. നേരെ താഴോട്ട് നോക്കിക്കഴിഞ്ഞാൽ വലിയ കൃഷിപ്പാടങ്ങളാണ്. ഗോപാലസ്വാമി മലയുടെ താഴ്വരകളിൽ കൃഷിയിടങ്ങളിൽ സീസൺ അനുസരിച്ച് പുഷ്പകൃഷി നടത്തി വരാറുണ്ട്. കേരളത്തിലെ ഓണവിപണിയെ ലക്ഷ്യമാക്കിക്കൊണ്ട് നിരവധി പുഷ്പകൃഷികൾ ഇവിടെ ഇടവേളകളിൽ കൃഷി ചെയ്യുന്നുണ്ട്. ആ സമയങ്ങളിൽ നാം ഇവിടെ വന്നു കഴിഞ്ഞാൽ അതിമനോഹരമായ ഒരു കാഴ്ച നമുക്ക് താഴെ ഒരുക്കിയതായിട്ട് കാണുവാൻ കഴിയും. അങ്ങനെ ക്ഷേത്രം ഒന്നാകെ ഒന്ന് ചുറ്റിക്കറങ്ങി. അങ്ങും ഇങ്ങുമായി നിരവധി ആളുകൾ ക്യൂ നിൽക്കുന്നുണ്ട്. നിരവധി പേർ എന്നെപ്പോലെ വീഡിയോ എടുക്കുന്നുണ്ട്. നിരവധി പേർ പല രീതിയിൽ ഫോട്ടോഷൂട്ടുകൾ എടുക്കുന്നുണ്ട്. ഇവിടെ സെക്യൂരിറ്റി ഗാർഡുണ്ട്. ചിലർ ഇവിടെ വേലിക്കെട്ട് കഴിഞ്ഞ് താഴോട്ടേക്ക് ഇറങ്ങുന്നു, അതെല്ലാം നിയന്ത്രിക്കുന്നു. അങ്ങനെ ക്ഷേത്രവും കണ്ട് ഞാൻ നേരെ താഴോട്ട് വന്ന സഞ്ചാരികളെ തിരിച്ച് കയറുവാൻ വേണ്ടി ആഹ്വാനം ചെയ്യുന്നുണ്ട്. ഒരു ബസ് അവർക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുന്നുണ്ട്. ഞാൻ ആ ബസ്സിൽ കയറിയില്ല. അല്പം അങ്ങോട്ട് മുന്നോട്ടേക്ക് തന്നെ നടന്നു. ഞാൻ നേരത്തെ പറഞ്ഞിരിക്കുന്ന പോലെ ഒരു 3 വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ ഇവിടെ വന്നിട്ടുണ്ടല്ലോ. അന്ന് ഈ സമയത്ത് ഇവിടെ നിന്നെല്ലാം ഇങ്ങനെയുള്ള ഗേറ്റുകളൊന്നുമില്ല. ഇവിടെ ഒരു ആന പോയതിൻ്റെ ലക്ഷണമാണ് ഇവിടെ കാണുന്നത്. ഇവിടെ ജോലി ചെയ്യുന്ന ആളുകൾ ആനയെ കണ്ട് ഭയപ്പെട്ടിരിക്കുന്നു. ഏതാനും മണിക്കൂറുകൾക്ക് മുമ്പ് ഇവിടെ ആന വന്നു അവരുടെ ചില വസ്തുക്കളെല്ലാം തട്ടിമറിച്ചിരിക്കുന്നു. അങ്ങനെ ഈ ഭാഗങ്ങളെല്ലാം കണ്ട് അല്പം മുന്നോട്ടേക്ക് നീങ്ങി. ഇവിടെയെല്ലാം ആനകൾ നിത്യേന വരുന്നത് ഒരു വഴികൾ തന്നെയാണ്. ഞാൻ വർഷങ്ങൾക്ക് മുമ്പ് ഇവിടെ വന്നപ്പോൾ ഇവിടെ ഇങ്ങനെ പ്രവേശന അനുമതി ഒന്നും ഒരു നിയന്ത്രണമില്ലായിരുന്നു. ഈ കാണുന്ന ഈ പച്ച നെറ്റ് വലിച്ചു കെട്ടിയിരിക്കുന്നത് ഇതിനങ്ങോട്ടേക്ക് പ്രവേശനമില്ല എന്നാണ്. എന്നാൽ അന്ന് വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ ഇവിടെ വന്നപ്പോൾ ഇവിടെ നിന്നും 1.5 കിലോമീറ്റർ ഞങ്ങൾ അകലെ പോയിട്ടുണ്ട്. അവിടെ പോയി കഴിഞ്ഞാൽ ഒരു അടിപൊളി വ്യൂ ഉണ്ട്. എന്നാൽ ഇന്ന് അവിടെ സാധ്യമല്ല. വന്യമൃഗങ്ങളുടെ ശല്യത്താൽ ഇവിടെ നിരവധി പേർക്ക് ജീവൻ നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട്. അങ്ങനെ ഞങ്ങൾ കയറേണ്ട ബസ് വന്നു. ബസ്സിൽ നിരവധി ആളുകൾ ക്യൂ നിൽക്കുന്നുണ്ട് കയറുവാൻ വേണ്ടി. ഇവിടെ വരുന്ന ഒട്ടുമിക്ക സഞ്ചാരികളും നല്ലൊരു ശതമാനവും മലയാളികൾ തന്നെയാണ്. വെക്കേഷൻ ടൈമായി കഴിഞ്ഞാൽ ഇവിടെ മലയാളികളെ കൊണ്ട് നിറയും. നാം ഇവിടെ ഒരു തവണയെങ്കിലും വരണം. റെയിൽവേ മാർഗമാണ് നിങ്ങൾ വരുന്നതെങ്കിൽ ചാമരാജനഗർ റെയിൽവേ സ്റ്റേഷനിൽ ഏറ്റവും ഇവിടെ തന്നെയാണ് സ്ഥിതി ചെയ്യുന്നത്. മൈസൂർ, ബാംഗ്ലൂർ തുടങ്ങിയ പ്രധാന പട്ടണങ്ങളുമായി ഇത് ബന്ധപ്പെട്ടിരിക്കുന്നു. വിമാനമാർഗം ഏറ്റവും അടുത്ത ആഭ്യന്തര വിമാനത്താവളമായ മൈസൂരിൽ ഉണ്ടല്ലോ, ആ വഴിയും നിങ്ങൾക്ക് കടന്നു വരാം. അങ്ങനെ ഞങ്ങളുടെ ബസ്സിൽ കയറി നേരെ താഴോട്ട് ഗോപാലസ്വാമി കുന്നുകളെ കണ്ടുകൊണ്ട് അതിൻ്റെ സൗന്ദര്യം ആസ്വദിച്ചുകൊണ്ട് ഞങ്ങൾ നേരെ അടിവാരത്തേക്ക് നീങ്ങി. രാത്രികാലങ്ങളിൽ ഇവിടെ അപകടം നിറഞ്ഞ ഒരു മേഖല ആയതുകൊണ്ട് തന്നെ ചില സ്ഥലങ്ങളിൽ കന്നഡ ഭാഷയിൽ ഇവിടെ എഴുതി വെച്ചതായിട്ട് കാണുന്നുണ്ട്. ഒരു തവണയെങ്കിലും നിങ്ങൾ ഇവിടെ വന്ന് സന്ദർശിക്കണം. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ ഒന്ന് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു.